പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട്. അതായത് സെയിൽസ് ജോബ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെയിൽസ് ഫീൽഡ് എന്ന് പറയുന്നത് ജോബ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഫീൽഡാണ് സെയിൽസ് എന്ന് പറയുന്നത്. കാരണം സെയിൽസിൽ മറ്റു ജോബുകളിൽ നിന്ന് ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ടും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഡീൽ ചെയ്യുന്നത് കമ്പ്യൂട്ടേഴ്സിനായിട്ട്. അവർക്കൊരു ഫിക്സഡ് സാലറി ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു 6 മാസം കൂടുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോൾ, മേ ബി ഒരു 1 ഇയർ കൂടുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇൻക്രിമെന്റ് ഒക്കെ വരിക. പക്ഷെ ഒരു സെയിൽസ് സ്റ്റാഫിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു ബേസിക് സാലറി ഉണ്ടാവും. മേ ബി അയാളുടെ ബേസിക് സാലറി ഇപ്പോൾ ഒരു 15,000 ആണെന്ന് വിചാരിക്കുക. ഓക്കെ ഫൈൻ, മന്ത്ലി അയാൾക്ക് ഒരു 15,000. ആ 15,000 എന്ന് പറയുന്നത് അയാളുടെ ബേസിക് സാലറി മാത്രമാണ്. അയാൾ ചെയ്യുന്ന ആ ജോബ്, ആ സെയിൽസ് ഏത് തരത്തിലുള്ള സെയിൽസ് ആണ്, ഇപ്പോൾ പ്രൊഡക്റ്റ് ആണോ സർവീസ് ആണോ, അത് ബേസ് ചെയ്തിട്ട് അയാൾക്ക് ഇൻസെന്റീവ്സ് ഉണ്ടാവും, കമ്മീഷൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരുപാട് ഇൻകം എക്സ്ട്രാ അയാൾക്ക് ആ ഒരു മാസം കിട്ടും. ഒരു കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റ് ഉണ്ട്, ഒരു സെയിൽസ് സ്റ്റാഫ് ഉണ്ട്. അവർക്കൊരു പ്രൊഡക്റ്റ് ആണ് ഇപ്പോൾ സെല് ചെയ്യാനുള്ളത്. അപ്പം ആ ഒരു അക്കൗണ്ടന്റിന് പറയുന്ന ജോബ് എന്ന് പറയുന്നത് അവിടുത്തെ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ക്ലിയർ ചെയ്യുക, കംപ്ലീറ്റ് ചെക്ക് ചെയ്യുക. അപ്പം അയാൾക്ക് ഒരു ഫിക്സ്ഡ് സാലറി മന്ത്ലി ഇങ്ങനെ ഒരു 20,000 നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ സെയിൽസ് സ്റ്റാഫിന് ചിലപ്പം അവിടുത്തെ സാലറി എന്ന് പറയുന്നത് ഒരു 15,000. ബേസിക് സാലറി അക്കൗണ്ടന്റിനേക്കാളും ചിലപ്പോൾ ഒരു 5,000 കുറവായിരിക്കും. പക്ഷെ ആ ഒരു സെയിൽസ് സ്റ്റാഫ് നല്ല സ്കിൽഡ് ആയ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ് എന്നുണ്ടെങ്കിൽ മന്ത്ലി അയാൾ ചിലപ്പോൾ ഒരു 50,000 അല്ലെങ്കിൽ 70,000, 1 lakh വരെ അയാൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അയാൾ ഇപ്പോൾ സെല് ചെയ്യുന്ന ആ ഒരു പ്രൊഡക്റ്റ്, അതിന് ചിലപ്പം പലതരത്തിലുള്ള ഇൻസെന്റീവ് സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, പലതരത്തിലുള്ള കമ്മീഷൻ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും. അതൊക്കെ അയാൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അയാളുടെ ടാർഗറ്റ് അയാൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള കമ്മീഷൻ കിട്ടും, ഇൻസെന്റീവ്സ് കിട്ടും. സോ ബേസിക് സാലറി 15,000 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അതിന് പുറമേ കിട്ടുന്നതാണ് ഈ കമ്മീഷൻ, അതുപോലെ തന്നെ ഇൻസെന്റീവ് എന്നൊക്കെ പറയുന്നത്. സോ അങ്ങനെയാണ് സെയിൽസ് സ്റ്റാഫുകൾ മറ്റ് സ്റ്റാഫുകളെക്കാൾ കൂടുതൽ ഇൻകം ഏൺ ചെയ്യുന്നത്. പക്ഷേ ഈ സെയിൽസ് സ്റ്റാഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെയിൽസ് ജോബ് എന്ന് പറയുന്നത് എല്ലാവർക്കും നടക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ജോബും എല്ലാവരെ കൊണ്ട് പറ്റില്ല. പക്ഷെ സെയിൽസ് എന്ന് പറയുന്നത് മറ്റ് ജോബുകളെ പോലെ അത്ര സിമ്പിൾ ജോബ് അല്ല. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹ്യൂമൻസുമായിട്ടാണ്. മനുഷ്യരായിട്ടുള്ള ഡീലിങ്സ് എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം മെഷീൻസുമായിട്ടുള്ള ഡീലിങ്സ് എന്ന് പറയുന്നത് നമ്മൾ ആരും ജഡ്ജ് ചെയ്യാനില്ല, നമ്മളോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളെ നമ്മളായിട്ട് റോങ് ആവാനൊന്നുമില്ല. പക്ഷെ ഒരു ഹ്യൂമൺ ആയിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളോട് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക, ചിലപ്പോൾ നമ്മളെ കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ സംസാരിക്കുക, ഭയങ്കര റൂഡായിട്ട് ബിഹേവ് ചെയ്യുക. ഇതൊക്കെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ ഒരു നല്ല സെയിൽസ് സ്റ്റാഫായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ നല്ല രീതിയിലുള്ള പേഷ്യൻസ് വേണം. ക്ഷമ എന്ന് പറയുന്നത് ഈ ഒരു ജോബ്, സെയിൽസ് ജോബിന് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ക്ലയന്റിനെ കാണാൻ ചിലപ്പോൾ 1 ദിവസം എടുക്കാം, 2 ദിവസം എടുക്കാം, 3 ദിവസം എടുക്കാം. ബട്ട് സ്റ്റിൽ അയാളുടെ ജോലി എന്ന് പറയുന്നത് വെയിറ്റ് ചെയ്ത് കസ്റ്റമറെ കണ്ട് കൺവിൻസ് ചെയ്തിട്ട് ആ സെയിൽ ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ക്ലോസ് ചെയ്ത അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ആ ഒരു എക്സിക്യൂട്ടീവിന് ഉണ്ടാവും. സോ ഒരു സെയിൽസ് ജോബ് നോക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് കമ്മീഷൻസ്, ഇൻസെന്റീവ്സ്, ഈ ഒരു കാര്യത്തിലാണ്. ബേസിക് സാലറി എന്ന് പറയുന്നത് ജസ്റ്റ് ഫിക്സഡ് സാലറി മാത്രം. അത് എല്ലാ മാസവും മേ ബി കിട്ടാം. അതായത് ചിലപ്പോൾ നമ്മൾ ലീവ് ആണെങ്കിൽ, ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കട്ടിങ് കഴിഞ്ഞാലും നമുക്ക് ബേസിക് സാലറി കിട്ടും. പക്ഷേ ഫോക്കസിങ് പോകേണ്ടത് കമ്മീഷൻ, ഇൻസെന്റീവ്സ്. സോ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒരു നല്ല സെയിൽസ് ഓഫീസർ ആകാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് നിങ്ങൾ സ്വയം ആലോചിക്കാം. ഞാൻ എല്ലാവരോടും സെയിൽസ് എടുക്കണം എന്നൊന്നും പറയില്ല. സെയിൽസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്കില്ല് വേണ്ടി ജോബ് തന്നെയാണ്. പക്ഷെ നല്ല രീതിയിൽ ഇൻകം ഉണ്ടാക്കാം.